8 വർഷം 9 മാസം 23 ദിവസം ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കുമൊടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുമ്പിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. ഈ തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഡിസംബർ 8-ന് 8 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നിരാശാജനകമായ ഒരു വിധി കോടതി പുറപ്പെടുവിച്ചതിന് ശേഷം, ആ വിധി പ്രസ്താവം വന്നതിന് ശേഷം, സമൂഹത്തിലെ നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ വന്ന ശേഷം ഔദ്യോഗികമായി തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ ആക്രമിക്കപ്പെട്ട നടി 1200 പേജ് വരുന്ന അണിയം വർഗീസിൻ്റെ വിധി പ്രസ്താവത്തിനും അതിനുവേണ്ടി നിരന്തരം വീഡിയോകൾ ചെയ്യുന്ന ആളുകളുടെ നിതാന്ത പരിശ്രമങ്ങൾക്കും 8-ാം പ്രതിയെ എഴുത്തപ്പെട്ടവനായി കൊണ്ടു നടക്കുന്നവർക്കും വളരെ വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്കുണ്ടായ തിരിച്ചറിവിൻ്റെ രത്നച്ചുരുക്കം ഒരേ ഒരു വാചകമാണ്: ഈ രാജ്യത്ത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരല്ല. ഇതാണ് അവർക്ക് നിയമത്തെപ്പറ്റി, വിധിയെപ്പറ്റി, കോടതി വ്യവഹാരത്തെപ്പറ്റി, നിയമ പോരാട്ടത്തെപ്പറ്റി, ഇന്ത്യൻ ജുഡീഷ്യറിയെപ്പറ്റി തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനുള്ള കാര്യം. 8 വർഷത്തെ നിയമ പോരാട്ടം, അതിജീവനം, മാനസിക സംഘർഷം, കടന്നുപോയ വഴികൾ, അനുഭവങ്ങളെ പേജുകളിൽ പകർത്താൻ കഴിയില്ല. താൻ നേരിട്ട ഏറ്റവും വലിയ അനീതിയോട് കാലവും സമൂഹവും കാണിച്ച ആക്രമണങ്ങളോട് എങ്ങനെയാണ് നമ്മുടെ നീതിപീഠം പെരുമാറുന്നത്? ആ പെരുമാറ്റത്തിൽ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു? 2 പ്രോസിക്യൂട്ടർമാർ ആ കോടതിയുടെ പക്ഷപാതപരമായ സമീപനങ്ങളിൽ മനം നൊന്ത് മടുത്ത് നീതി ലഭിക്കില്ല എന്ന പൂർണ്ണബോധ്യത്തോടെയാണ് അവർ പുറത്തുപോയത്. അതേ ഘട്ടത്തിൽ അതിജീവിത കൃത്യമായ ബോധ്യമുണ്ടവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മേൽക്കോടതികളെ സമീപിച്ചിരുന്നു. അതിജീവിത കോടതി മാറ്റണം എന്ന് പറയുമ്പോൾ വേണ്ട, ഇതേ കോടതി തന്നെ വിധി പറയണമെന്ന് 8-ാം പ്രതിക്ക് ശാഠ്യമുണ്ടാകുമ്പോൾ ആ താല്പര്യവും മുൻതൂക്കവും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വിധി പ്രസ്താവം നടത്താൻ 8 കൊല്ലവും 1200 പേജും ചിലവാക്കേണ്ടതില്ലായിരുന്നു. പ്രോസിക്യൂഷനും അതിജീവിതക്കും ഈ കോടതിയിൽ നിന്ന് എന്താണ് സംഭവിക്കുക എന്ന വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. അതിന് 8 കൊല്ലം കാത്തു നിൽക്കേണ്ടിയിരുന്നില്ല. ഈ വിഷയത്തിൽ മുമ്പേ വിധി പറയാമായിരുന്നു. തുല്യത, നിയമം എല്ലാവർക്കും നൽകുന്ന തുല്യമായ പ്രൊട്ടക്ഷൻ, ഇതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ, ഭരണഘടനയുടെ അന്തസത്ത. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിൻ്റെ മുമ്പിലുള്ള സമത്വം. ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ദ ലോ, നിയമം കൊണ്ട് എല്ലാവർക്കും ലഭിക്കുന്ന തുല്യമായ പരിരക്ഷ. ഇത് രണ്ടും വിചാരണ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജുഡീഷ്യറിയുടെ DNA, ജസ്റ്റിസിൻ്റെ DNA, സത്യത്തിൻ്റെയും നീതിയുടെയും DNA, ആ DNA സംശയാസ്പദമായി തുടരുകയാണ്. അതിജീവിതയുടെ ഒരൊറ്റ വാക്കുകൊണ്ട് 1200 പേജുകൾ നിഷ്പ്രഭമാവുകയാണ്. സമൂഹത്തിനും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. കോടതി വിധികളെക്കാൾ, നിയമ പോരാട്ടങ്ങളെക്കാൾ ഊർജം പകരുന്ന ശക്തമായ പ്രതികരണമാണ് അതിജീവിത നടത്തിയിരിക്കുന്നത്. ആ പ്രതികരണത്തിൽ പ്രതിഷേധത്തിൻ്റെ ജ്വാലയുണ്ട്, അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കനൽത്തരിയുണ്ട്. എല്ലാ അനീതികളുടെ കോട്ടകളെയും തകർക്കാൻ പറ്റുന്ന ശക്തമായ വാക്കുകൾ ആ വരികളിലുണ്ട്. മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.